Good morning. Good morning. Okay. എന്തൊക്കെയുണ്ട് വിശേഷം? കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്? പഠിക്കുന്നുണ്ടോ? എടുക്കുന്ന പോർഷൻസ് ഒക്കെ നോക്കുന്നുണ്ടോ? എന്താണ് രാവിലെ തന്നെ ഒരു റിപ്ലൈ ഒന്നും ഇല്ലല്ലോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങളൊക്കെ നോക്കിയിരുന്നോ? ഓക്കെ, വായിച്ചു നോക്കിയോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത്? ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഭാഗമാണ് അല്ലെ? എംപ്ലോയി ഡിസിപ്ലിൻ ആണ് എടുക്കുന്നത്. അപ്പൊ അതില് ഏതൊക്കെ ഭാഗങ്ങൾ എടുത്തു? ഏതൊക്കെയാണ്? ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിൻ വരെയല്ലേ കംപ്ലീറ്റ് ചെയ്തത്? ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിൻ വരെയല്ലേ കംപ്ലീറ്റ് ചെയ്തേ? ആ പോയിന്റ്സ് ഒക്കെ ഫുള്ള് പറഞ്ഞില്ലായിരുന്നോ? മിസ് പറഞ്ഞില്ലേ? എല്ലാ പോയിന്റ്സും കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നോ? ഫിഫ്ത് പോയിന്റ് വരെയും മെയിൻറ്റെയിനിങ് കോർഡിയൽ റിലേഷൻസ് ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് മാനേജ്മെന്റ് അവിടെ വരെ പറഞ്ഞില്ലായിരുന്നോ? ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ശരി. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡിസിപ്ലിൻ കേട്ടോ. അടുത്ത ടോപ്പിക് ആണ് ടൈപ്പ് ഓഫ് ഡിസിപ്ലിൻ. എത്ര ടൈപ്പ് ഓഫ് ഡിസിപ്ലിൻ ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഡിസിപ്ലിൻസ് ആണുള്ളത് നോക്കി. അപ്പൊ അതില് ടൈപ്പ് ഓഫ് എംപ്ലോയി ഡിസിപ്ലിൻ ആർ ആസ് ഫോളോസ്. എംപ്ലോയീസിന്റെ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട 3 ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് പോസിറ്റീവ് ഡിസിപ്ലിൻ. പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഡിസിപ്ലിൻ അല്ലെങ്കിൽ മിസ്കണ്ടക്ട് എന്നൊക്കെ പറയുന്ന ഭാഗം വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്. പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ positive discipline is the discipline that motivates the employees of the organization to standardize their behavior and achieve the organizational goals by following a proper code of conduct. എന്താ ഒരു പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാല് ഈ ഒരു ഡിസിപ്ലിൻ അത് എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നുണ്ട്? മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. The employees of the organization. Employees ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഡിസിപ്ലിൻ ആണ് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ആൻഡ് ടു സ്റ്റാൻഡർഡൈസ് ദെയർ ബിഹേവിയർ. അങ്ങനെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ ബിഹേവിയറിൽ ഒരു നിലവാരം, അവരുടെ പെരുമാറ്റത്തിൽ നല്ലൊരു നിലവാരം കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ആ ഓർഗനൈസേഷൻ നിശ്ചയിച്ചിട്ടുള്ള ഗോൾസും അവർക്ക് അതിലൂടെ അച്ചീവ് ചെയ്യാൻ, നേടിയെടുക്കാൻ പറ്റുന്നു. എങ്ങനെ? ബൈ ഫോളോയിങ് എ പ്രോപ്പർ കോഡ് ഓഫ് കണ്ടക്ട്. എന്താ? ആ ഓർഗനൈസേഷൻ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു കൂട്ടം ശരിയായിട്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് അവരെ എന്ത് ചെയ്യുന്നു? അത്തരം ആ ഒരു പെരുമാറ്റച്ചട്ടം അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർ കോഡ് ഓഫ് കണ്ടക്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് അവർക്ക് അവരുടെ ആ ഒരു പെർഫോമൻസിൽ നല്ല രീതിയിൽ ഒരു മോട്ടിവേഷൻ, ഒരു പ്രചോദനം കിട്ടുകയും അതിലൂടെ അവരുടെ ബിഹേവിയർ നല്ല രീതിയിൽ നിലവാരത്തിലേക്കാക്കാനും ആ ഓർഗനൈസേഷൻ നൽകിയിട്ടുള്ള ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ഡിസിപ്ലിനെയാണ് നമ്മൾ പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും പോസിറ്റീവ് ഡിസിപ്ലിനില് നമ്മുടെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാണ്, എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യും. അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അവർക്ക് അതിനനുസരിച്ചുള്ള നല്ല നല്ല പ്രോപ്പർ കോഡ് ഓഫ് കണ്ടക്ട്, നല്ല രീതിയിലുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ ആ ഓർഗനൈസേഷൻ രൂപീകരിക്കും. അത് കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവർക്ക് റിവാർഡുകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കും. അപ്പൊ എപ്പോഴും എംപ്ലോയീസിനെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസിപ്ലിൻ ആണ് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവരുടേതായുള്ള നല്ല പെരുമാറ്റത്തിലേക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ ആ ഓർഗനൈസേഷന്റെ ഗോൾസ് നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാനൊക്കെ ഇത് എംപ്ലോയീസിനെ സഹായിക്കുന്നുണ്ട്. Then this it can also be called as self-imposed discipline. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് മക്കളത് ചോദിക്കാറുണ്ട് കേട്ടോ. പോസിറ്റീവ് ഡിസിപ്ലിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഏതാണ്? ഏതാണ്? So called self-imposed discipline.
ഇവിടെ സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ പോസിറ്റീവ് ഡിസിപ്ലിൻ ഓപ്ഷൻ കണ്ടാലും രണ്ടും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. It is a constructed and effective force for proper business management. ഒരു നല്ല രീതിയിലുള്ള ശരിയായ ബിസിനസ് മാനേജ്മെന്റിന് വളരെയധികം നല്ല രീതിയിൽ സഹായകമായിട്ടുള്ള ഒരു ക്രിയാത്മകമായിട്ടുള്ള ഒരു വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ശക്തിയായിട്ട് ഈ ഒരു പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. And positive disciplinary rules and regulations are easily followed by the employees and the employees to improve their performance. ഈ ഒരു പോസിറ്റീവ് ഡിസിപ്ലിൻ ആണ്, അതുമായി ബന്ധപ്പെട്ട റൂൾസ് ആയിക്കോട്ടെ, റെഗുലേഷൻസ് ആയിക്കോട്ടെ, നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ എളുപ്പത്തിൽ അവിടുത്തെ എംപ്ലോയീസിന് ഫോളോ ചെയ്യാൻ പറ്റും. അതിലൂടെ തന്നെ അവർക്ക് അവരുടെ പെർഫോമൻസ് നല്ല രീതിയിൽ എന്ത് ചെയ്യാനായിട്ട് മെച്ചപ്പെടുത്താനും ഇത് എംപ്ലോയീസിനെ സഹായിക്കുന്നുണ്ട്. ഇനി അക്കോർഡിംഗ് ടു സ്പ്രിഗലിന്റെ ഒരു അഭിപ്രായത്തില് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്താണെന്നുള്ള ഡെഫിനിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. പോസിറ്റീവ് ഡിസിപ്ലിൻ എനേബിൾ ആൻ എംപ്ലോയി ടു ഹാവ് എ ഗ്രേറ്റർ ഫ്രീഡം ഇൻ ദാറ്റ് he enjoys a greater degree of self-expression in striving to achieve the group objective which he identify as his own. ഇവിടെ ഒരു പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അത് എംപ്ലോയീസിന് എന്താണ്, എനേബിൾ ആൻ എംപ്ലോയീസിനെ എങ്ങനെ പ്രാപ്തരാക്കുന്നു, ജീവനക്കാര് കൂടുതൽ ഒരു സ്വാതന്ത്ര്യം നൽകാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു നല്ല രീതിയിലുള്ള ഒരു സെൽഫ് എക്സ്പ്രഷൻ, ആ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ആ ഒരു ഗ്രേറ്റർനെസ് കൊണ്ടുവരാനായിട്ട് ഒരു പോസിറ്റീവ് ഡിസിപ്ലിൻ സഹായിക്കുന്നുണ്ട്. ടു ഹാവ് എ ഗ്രേറ്റർ ഫ്രീഡം, ഒരു വളരെ ജീവനക്കാർക്ക് ഒരു വലിയ രീതിയിലുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഇൻ ദാറ്റ് ഹി എൻജോയ്, അവർ ഓരോ കാര്യത്തിലും അവർ എന്ത് ചെയ്യുന്നുണ്ട്, എൻജോയ് ചെയ്ത് ആസ്വദിച്ച് അവരുടെ ആ ഒരു സെൽഫ് ഇംപ്രഷൻ അല്ലെങ്കിൽ സെൽഫ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ എന്താണ് അവരുടെ ഒരു ആത്മപ്രകാശനം അത് നല്ല രീതിയിൽ അവർക്ക് അവിടെ കാഴ്ചവെക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ടു അച്ചീവ് ദ ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ്, അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഇതിലൂടെ അവർക്ക് സാധിക്കുന്നത്. വിച്ച് ഹി ഐഡന്റിഫൈ ആസ് ഹിസ് ഓൺ, എന്താ അവർക്ക് കിട്ടിയിട്ടുള്ള അവരുടെ സ്വന്തമാണ് അല്ലെങ്കിൽ അവരുടെ സ്വന്തമായിട്ടുള്ളതാണെന്നുള്ള തിരിച്ചറിവ്. അതായത് ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ, അതായത് ഇപ്പൊ അവർക്ക് കൊടുത്തിരിക്കുന്ന ഗോൾസും കാര്യങ്ങളൊക്കെ അവര് നല്ല രീതിയിൽ എളുപ്പത്തിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് പോസിറ്റീവ് ഡിസിപ്ലിനറി ആക്ഷൻസിൽ ഉണ്ടാവുക. അപ്പൊ അതുപോലെ തന്നെ എളുപ്പത്തിൽ ഫോളോ ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ അവർ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഗോള്, എനിക്ക് തന്നിരിക്കുന്ന ഗോള് എളുപ്പത്തിൽ എനിക്ക് നേടിയെടുക്കാൻ പറ്റുന്നവയായിരിക്കും, അത് ഞാൻ എന്റെ ഉത്തരവാദിത്വത്തിൽ ചെയ്യേണ്ടതാണ്. അങ്ങനെ ആ ഒരു ഐഡന്റിഫൈ നമ്മുടെ സ്വന്തമായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഞാൻ എനിക്ക് എന്റേതായ രീതിയിൽ തന്നെ അത് പൂർത്തിയാക്കേണ്ടതാണ് എന്ന രീതിയിലുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാക്കാനും, അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യങ്ങള് എളുപ്പത്തിൽ പൂർത്തിയാക്കാനും അല്ലെങ്കിൽ നേടിയെടുക്കാനും അത്തരത്തിലുള്ള ഒരു പ്രകാശനമായിക്കോട്ടെ, ഒരു നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഒരു സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാനായിട്ടും അവർക്ക് വർക്ക് ചെയ്യാനായിട്ടും ഒരു എംപ്ലോയിയെ പ്രാപ്തരാക്കുന്ന ഒന്നാണ് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്നാണ് പറയുന്നത്. അപ്പൊ പോസിറ്റീവ് ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഒരു പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഈ ഡിസിപ്ലിനിലൂടെ എംപ്ലോയീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രചോദനം നൽകാനായിട്ട് സാധിക്കും. അതിനനുസരിച്ച് അവർ നല്ല രീതിയിൽ നിലവാരത്തിലുള്ള ഒരു പെരുമാറ്റം കാഴ്ചവെക്കും. അതുപോലെ ആ ഓർഗനൈസേഷൻ നിശ്ചയിച്ചിട്ടുള്ള ഗോൾസ് എല്ലാം അവർ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ നേടിയെടുക്കാൻ ശ്രമിക്കും. എന്തിലൂടെ? by following a proper code of conduct. കൃത്യമായിട്ടുള്ള ഒരു പെരുമാറ്റച്ചട്ടം ഫോളോ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പാലിച്ചുകൊണ്ട് അവർ ആ ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു നിലവാരമുള്ള പെരുമാറ്റം കാഴ്ചവെക്കാനും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട് സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ. സ്വയം ചുമത്തിയിട്ടുള്ളതാണ്, അല്ലാതെ മറ്റൊരാളെ ഫോഴ്സ്ഫുള്ളി അല്ല അവർ ചെയ്യുന്നത്. അവർക്ക് സ്വയം മനസ്സിലാക്കി. കാരണം ഇവിടെ പോസിറ്റീവ് ഡിസിപ്ലിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞാല് ഏതൊരു എംപ്ലോയിക്കും എളുപ്പത്തിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിനനുസരിച്ച് അവർ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിനനുസരിച്ചുള്ള ബെനിഫിറ്റ്സും അവർക്ക് അതിനനുസരിച്ചുള്ള റിവാർഡുകളൊക്കെ പോസിറ്റീവ് ഡിസിപ്ലിൻ വഴി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ എപ്പോഴും ചെയ്യാം. അപ്പൊ അതിലൂടെ എംപ്ലോയീസിന്റെ ആ ഒരു പെർഫോമൻസും നല്ല രീതിയിൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് അക്കോർഡിംഗ് ടു സ്പിഗലിന്റെ അഭിപ്രായത്തിൽ എന്താ പറയുന്നത്? പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാല് എംപ്ലോയീസിന് ഒരു വലിയ രീതിയിലുള്ള ഫ്രീഡം, അല്ലെങ്കിൽ എംപ്ലോയീസിനെ എങ്ങനെ പ്രാപ്തരാക്കുന്നു, ഒരു നല്ല ആത്മപ്രകാശനത്തിലൂടെ അവർക്ക് നല്ല രീതിയിലുള്ള ഫ്രീഡത്തിലൂടെ സ്വതന്ത്രമായിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഓരോ കാര്യങ്ങളും ചെയ്യാനും ആ ഗ്രൂപ്പായിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ
പൂർത്തീകരിക്കാനും അത് അവന്റെ സ്വന്തമാണ്, ഞാനിത് സ്വന്തമായിട്ട് ചെയ്ത് തീർക്കേണ്ടതാണ് എന്ന രീതിയിലുള്ള ഒരു തിരിച്ചറിവ് അവരിലേക്ക് കൊണ്ടുവരാനൊക്കെ ഒരു പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു എംപ്ലോയിയെ പ്രാപ്തരാക്കുന്നുണ്ട്. ക്ലിയർ ആണോ പോസിറ്റീവ് ഡിസിപ്ലിൻ? മനസ്സിലായോ? ഓക്കെ, ശരി. നെക്സ്റ്റ് അടുത്തതാണ് നെഗറ്റീവ് ഡിസിപ്ലിൻ. നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാല് sometimes certain employees do not feel like following the rules and regulations of the organization. എന്താ നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ ചില സമയങ്ങളിൽ എംപ്ലോയീസിന് ആ ഒരു ഓർഗനൈസേഷൻ നൽകുന്ന റൂൾസ് ആയിക്കോട്ടെ, റെഗുലേഷൻസ് ആയിക്കോട്ടെ, ചിലപ്പോൾ അതൊന്നും പാലിക്കാനായിട്ട് തോന്നാറില്ല. They view complying with rules and regulations to be negative. അവർ ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടായിരിക്കും ചിലപ്പോൾ അവർ കാണുക. സോ ഇറ്റ്സ് വെരി ജനറൽ അപ്രോച്ച് ടുവേർഡ്സ് ഡിസിപ്ലിൻ. ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വളരെ പൊതുവായിട്ടുള്ള ഒരു സമീപനം തന്നെയാണ് ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത്. In such cases, the disciplinary policies are enforced on the employees. Sometimes undisciplined employees are warned and even punished for not obeying the rules and regulations. എന്താ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ എംപ്ലോയീസിന് അത് പാലിക്കാനായിട്ടൊരു തോന്നുന്നില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിനുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സമീപനമാണ് അവർ കാഴ്ചവെക്കുന്നത്. അങ്ങനെ വരുമ്പോ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ അവിടെ ആ ഒരു ഡിസിപ്ലിനറി പോളിസികൾ, അച്ചടക്ക നയങ്ങള് നമുക്ക് അവർക്ക് ഫോഴ്സ്ഫുള്ളി എൻഫോഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും. അവരിൽ എന്ത് ചെയ്യേണ്ടതായിട്ടും നിർബന്ധമായിട്ട് നമുക്ക് നടപ്പിലാക്കേണ്ടതായിട്ട് വരും, അല്ലെ? സംടൈംസ് അൺഡിസിപ്ലിൻഡ് എംപ്ലോയീസ് ആണ് വാണ്ട്. ഇനി അത്തരത്തിൽ നല്ല രീതിയിൽ പെരുമാറ്റങ്ങൾ കാഴ്ചവെക്കാത്ത അല്ലെങ്കിൽ നല്ല ഡിസിപ്ലിനോട് പെരുമാറാത്തതായിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് നമുക്ക് വാർണിംഗ്സ് കൊടുക്കേണ്ടി വരും, അല്ലെ? മുന്നറിയിപ്പുകൾ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ പണിഷ്മെന്റുകൾ കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെ? നോട്ട് ഫോർ ഒബേയിങ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചില്ല എങ്കിൽ ചിലപ്പോ മുന്നറിയിപ്പ് കൊടുക്കേണ്ടതായിട്ട് വരാം, പണിഷ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരാം. So according to Spiegel, the negative discipline is the force that prompts an individual or a group to observe the rules and regulations and procedure which are deemed to be necessary to the achievement of an objective. അപ്പോൾ ഒരു നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വ്യക്തിയോ ഒരു ഇൻഡിവിജ്വലിനെ ആവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്, ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഒരു കൂട്ടത്തെയോ ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി, അല്ലെ? ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് അനിവാര്യം എന്ന് തോന്നുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി അനിവാര്യം എന്ന് തോന്നുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടല്ലോ, അത് പാലിക്കുന്ന നിയമങ്ങളും നിയന്ത്രണങ്ങളും അല്ലെങ്കിൽ നടപടിക്രമങ്ങളും, എന്താണ് പ്രൊസീജിയർ, റെഗുലേഷൻസും ഉണ്ട്, പ്രൊസീജിയേഴ്സും ഉണ്ട്, നടപടിക്രമങ്ങളും ഒക്കെ പാലിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയാണ് നെഗറ്റീവ് ഇൻ ദ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ എംപ്ലോയീസ് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചില്ലെങ്കിൽ അവർക്ക് എന്ത് കിട്ടും? മുന്നറിയിപ്പുകൾ കിട്ടും, അതിനുശേഷം പണിഷ്മെന്റുകൾ കിട്ടാറുണ്ട്, കിട്ടില്ലേ? അങ്ങനെ ഒരു നെഗറ്റീവ് ഡിസിപ്ലിൻ കൊണ്ടുവരുന്നതിലൂടെ ഇപ്പൊ ഒരു നെഗറ്റീവ് ഡിസിപ്ലിൻ നമ്മൾ അവിടെ പ്രാവർത്തികമാക്കാണ്. അപ്പൊ അവിടെ എംപ്ലോയീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചില്ലെങ്കിൽ അവർക്ക് മുന്നറിയിപ്പ് കിട്ടും, അല്ലെങ്കിൽ അവർ കുറച്ചുകൂടി അത് ഒബേ ചെയ്തില്ല എങ്കിൽ പണിഷ്മെന്റ് കിട്ടും. അപ്പൊ അത്തരത്തിലുള്ള പണിഷ്മെന്റും കാര്യങ്ങളും കിട്ടുമ്പോൾ ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലോ ഉള്ള ആളുകള് എന്ത് ചെയ്യും? പണിഷ്മെന്റ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആ ഒരു ഗോൾസ് അറ്റൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കില്ലേ? ശ്രമിക്കില്ലേ? അവർക്ക് കൊടുത്തിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് തന്നെ അവരത് നേടിയെടുക്കാൻ ശ്രമിക്കില്ലേ? അപ്പൊ അത്തരത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി അതാണ് ഉദ്ദേശിക്കുന്നത്. നെഗറ്റീവ് ഡിസിപ്ലിൻ ഈസ് ദ ഫോഴ്സ്. ഇതൊരു ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടുള്ള ശക്തിയാ? ദാറ്റ് പ്രോംപ്റ്റ് ആൻ ഇൻഡിവിജ്വൽ ഓർ ആൻ ഗ്രൂപ്പ്. ഒരു ഇൻഡിവിജ്വലിനെ ആയിരിക്കാം, അല്ലെ ആ ഓർഗനൈസേഷനിൽ ഒരു ഗ്രൂപ്പിലുള്ള ആളുകളെ ആയിരിക്കും. അപ്പൊ ഒരു ഇൻഡിവിജ്വൽ ഒരു വ്യക്തിയാവാം, ഒരു കൂട്ടത്തെ ആവാം. അവരെ എന്തിനു വേണ്ടിയിട്ട്? to observe the rules and regulations and procedure which are deemed to be necessary to achievement of the objective. എന്താ? നമ്മുടെ ആ ഒരു ലക്ഷ്യം, അല്ലെ? ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തിയെയോ ഒരു കൂട്ടത്തെയോ ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് അനിവാര്യം എന്ന് തോന്നുന്ന ആ ഒരു ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ ഇവർ ഈ പറയുന്ന റൂൾസ്, റെഗുലേഷൻസ്, പ്രൊസീജിയർ ഒക്കെ നിർബന്ധമായിട്ട് പാലിച്ചാലാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു ലക്ഷ്യം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത്തരത്തിൽ ആ ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി അനിവാര്യമായിട്ടുള്ള നിയമങ്ങള്, നിയന്ത്രണങ്ങള്, നടപടിക്രമങ്ങള് മുതലായവ
പാലിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയാണ് നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആ ഒരു ഡെഫിനിഷൻ ക്ലിയർ ആയോ? ഡെഫിനിഷൻ ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ അത്തരത്തില് പണിഷ്മെന്റും വാർണിംഗും ഒക്കെ കൊടുക്കുമ്പോഴാണ് അവർ ഈ റൂൾസും റെഗുലേഷൻസും അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സും ഒക്കെ പാലിക്കുള്ളൂ. അപ്പൊ മാത്രമേ നമുക്ക് ആ ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അത്തരത്തില് ആ ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ഈ റൂൾസ് റെഗുലേഷൻസ് മുതലായിട്ടുള്ള പ്രൊസീജിയേഴ്സ് അത്രയും അനിവാര്യമായിട്ടുള്ള റൂൾസ് റെഗുലേഷൻസ് പ്രൊസീജിയേഴ്സ് ഒക്കെ പാലിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നെഗറ്റീവ് ഡിസിപ്ലിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ ചില സമയങ്ങളിൽ എംപ്ലോയീസിന്, ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് അവിടുത്തെ റൂൾസും റെഗുലേഷൻസും ഒക്കെ പാലിക്കാനായിട്ട് ചിലപ്പോൾ അവർ തോന്നാറില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പാലിക്കാനായിട്ടുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവാറില്ല. അത് ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുന്നത് എപ്പോഴും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്കാണ് കാണുന്നത്. അതുപോലെ തന്നെ സാധാരണയായിട്ടൊരു ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട ഒരു കോമൺ ആയിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു സമീപനം തന്നെയാണ്. അപ്പൊ ഇത്തരത്തിൽ അവർ പാലിക്കാതെ വരുമ്പോൾ അവർക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നിർബന്ധപൂർവ്വം അവർ എൻഫോഴ്സ്ഫുള്ളി നമ്മൾ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഡിസിപ്ലിനറി പോളിസികൾ അടിച്ചേൽപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അൺഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വ്യക്തികളാണ് എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ വാർണിംഗ് കൊടുക്കേണ്ടതായിട്ട് വരും. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് പാലിച്ചില്ലെങ്കിൽ പണിഷ്മെന്റുകൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ഡിസിപ്ലിൻ എന്താണെന്നാണ് ആ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്? ഒരു ഇൻഡിവിജ്വലിനെയോ ഒരു യോ ഒരു ഒരു പ്രത്യേക ലക്ഷ്യം കൈവരിക്കുന്ന ഒരു ഓർഗനൈസേഷന്റെ ആ ഒരു പ്രത്യേക ലക്ഷ്യം കൈവരിക്കുന്നതിന് അനിവാര്യമായിട്ടുള്ള നിയമങ്ങളോ നിയന്ത്രണങ്ങളോ നടപടിക്രമങ്ങളോ പാലിക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയാണ് നെഗറ്റീവ് ഡിസിപ്ലിൻ എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? നെഗറ്റീവ് ഡിസിപ്ലിൻ മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. തേർഡ് വൺ ആണ് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ. പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ the best way to maintain discipline among the employees is the adoption of progressive discipline policy. എന്താ? ഒരു എംപ്ലോയീസിന്റെ ഒരു ഡിസിപ്ലിൻ ശരിയായ രീതിയിൽ നിലനിർത്തുന്നതിന് ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് അവരൊരു പ്രോഗ്രസീവ് ഡിസിപ്ലിൻ പോളിസി അഡോപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു പോളിസിയില് basically involves a systematic way of dealing with the indisciplined problems created by the employees. ഈ ഒരു പോളിസി പ്രധാനമായിട്ടും അടിസ്ഥാനപരമായിട്ട് ഒരു സിസ്റ്റമാറ്റിക് വേ ആണ്, ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ചിട്ടയായ രീതിയിൽ നമ്മുടെ എംപ്ലോയീസ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എംപ്ലോയീസ് കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള ഇൻഡിസിപ്ലിൻ പ്രോബ്ലംസ്, അച്ചടക്കമില്ലായ്മയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ചിട്ടയായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്ന ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പോളിസി തന്നെയാണ് ഈ പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. According to this disciplinary policy, an organization should take mild disciplinary action at the initial stages and then move on to the more severe punishment. ഈ ഒരു പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ പുരോഗതി, അല്ലെ? പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ പുരോഗതി, അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഈ ഒരു ഡിസിപ്ലിനറി പോളിസിയില് ഒരു ഓർഗനൈസേഷനില് ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇനിഷ്യൽ സ്റ്റേജില് എംപ്ലോയീസ് ശരിയായ രീതിയിൽ പ്രോപ്പർ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുന്നില്ല എങ്കിൽ ഓർഗനൈസേഷൻ ഒരു മൈൽഡ് ആയിട്ടുള്ള ഡിസിപ്ലിനറി ആക്ഷൻ ആയിരിക്കും എടുക്കുക. എന്താ? പ്രാരംഭഘട്ടത്തിൽ വളരെ ലഘുവായിട്ടുള്ളത്. അതേസമയം and then move on to the more severe punishment. എന്താ? പിന്നെയും ഇവര് പാലിക്കുന്നില്ല എങ്കിൽ കുറച്ചും കൂടി സിവിയർ ആയിട്ടുള്ള, അതിനും പാലിക്കുന്നില്ല, അങ്ങനെ സിവിയറിറ്റി കൂടി എന്താ? ആ ഓരോ ഘട്ടം കഴിയുന്നതിനനുസരിച്ച് ആ പണിഷ്മെന്റിന്റെ സിവിയറിറ്റിയും അല്ലെങ്കിൽ തീവ്രതയും വർദ്ധിക്കുന്നു. ക്ലിയർ ആണോ? പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അതാ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഫോർ എക്സാമ്പിൾ, ഇഫ് an employee creates indiscipline in any form, ഒരു എംപ്ലോയി ഇൻഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ തെറ്റായ പെരുമാറ്റം അല്ലെങ്കിൽ അച്ചടക്കമില്ലായ്മ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്രിയേറ്റ് ആൻ ഇൻഡിസിപ്ലിൻ ഇൻ എനി ഫോം, ഏതെങ്കിലും രീതിയിൽ എന്തുമായിക്കോട്ടെ എന്തെങ്കിലും രൂപത്തിലുള്ള ഒരു അച്ചടക്കമില്ലായ്മ ഒരു എംപ്ലോയി കാണിക്കുന്നു. ഫസ്റ്റ് ഹി ഷുഡ് ഗിവൻ എ വെർബൽ വാർണിംഗ്. നമ്മൾ ആദ്യം അവർക്ക് എന്താ കൊടുക്കുന്നത്? പ്രോഗ്രസീവ് ഡിസിപ്ലിൻ ആണെങ്കിൽ ഒരു വെർബൽ വാർണിംഗ് കൊടുക്കും, ഒരു വാക്കാലുള്ള ഒരു മുന്നറിയിപ്പ് കൊടുക്കും, അല്ലെ? ഇനി ഇത് ചെയ്യാൻ പാടില്ല, ഇല്ലേ? ഏതൊരു ഓർഗനൈസേഷനും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? ആണോ മക്കളെ? ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ആദ്യം നമ്മുടെ അടുത്ത് വാർണിംഗ് തരും, അല്ലെ? ആണോ?
ഫസ്റ്റ് ടൈം വാർണിംഗ് അല്ലേ തരിക, അല്ലാതെ അപ്പൊ തന്നെ നമ്മളെ പിടിച്ച് പുറത്താക്കുമല്ലോ ചെയ്യുന്നത്. ഇനി മേലാൽ ഇത് റിപ്പീറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാർണിംഗ് തരും അല്ലെ. അതാണ് ഒന്നാമത്തത്. നോക്കി, ഇഫ് ഹി ഡസ് നോട്ട് റെക്ടിഫൈ ഹിസ് മിസ്റ്റേക്ക്, അവരെന്ത് ചെയ്യുന്നില്ല, അവരുടെ തെറ്റ് തിരുത്തുന്നില്ല. എ ചാർജ് ഷീറ്റ് ക്യാൻ ബി ഗിവൺ ടു ഹിം. രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ചാർജ് ഷീറ്റ്, ഒരു കുറ്റപത്രം നൽകും, ഗിവൺ ടു ഹിം. And further, if he continues with his indisciplinary behavior, പിന്നെ അവരത് പിന്നെയും ആ ഒരു അച്ചടക്കമില്ലായ്മ അല്ലെങ്കിൽ ആ ഒരു പെരുമാറ്റം തന്നെ പിന്നെയും തുടരുകയാണെങ്കിൽ he can be suspended and finally terminated. അവരെന്ത് ചെയ്യുന്നു, സസ്പെൻഡ് ചെയ്യുന്നു, അവസാനം അവരെ ആ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പിരിച്ചുവിടുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ആണ് ഈ ഒരു രീതിയിലുള്ള കാര്യം എന്ന് പറയുന്നത്. Then a progressive discipline stays with the employee for his whole career period. ഇല്ലേ, ഒരു എംപ്ലോയിയുടെ ഒരു പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ ഒരു എംപ്ലോയിയുടെ ഹോൾ കരിയറിൽ ആ ഒരു കരിയർ പീരിയഡ് മൊത്തത്തിലുള്ള ആ ഒരു കരിയർ കാലയളവിൽ ഇത് തുടരും അല്ലെ. അവർ എംപ്ലോയീസ് ജോലി ചെയ്യുന്ന സമയം മുതൽ ഫ്രം ദ ഡേറ്റ് ഓഫ് ജോയിനിങ് till his retirement from the organization, അവർ ആ ഒരു ജോലിയിൽ പ്രവേശിക്കുന്നത് മുതൽ തിരികെ അവിടുന്ന് റിട്ടയർമെന്റ് ആയിട്ട് പോരുന്നത് വരെയുള്ള ആ ഒരു കാലഘട്ടം മുഴുവനും ഈ ഒരു പ്രോഗ്രസീവ് ഡിസിപ്ലിൻ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. And progressive discipline not only raises the employee to a higher level but can also result in his dismissal. എന്താ ഒരു പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോഴല്ലോ രണ്ടും വരുന്നുണ്ട് കേട്ടോ. ഇവിടെ പണിഷ്മെന്റ് മാത്രമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നല്ല രീതിയിൽ എംപ്ലോയീസ് പെർഫോം ചെയ്യുകയാണെങ്കിൽ അവർക്ക് വാണിങ്ങോ കാര്യങ്ങളോ കൊടുക്കേണ്ട കാര്യമുണ്ടോ? നല്ല രീതിയിൽ എംപ്ലോയീസ് പെർഫോം ചെയ്യുകയാണെങ്കിൽ കൊടുക്കണോ? വാണിംഗ് ആണോ കൊടുക്കേണ്ടത്? ആണോ? എന്താണ് ഒരു റിപ്ലൈ ഒന്നും ഇല്ലാതിരിക്കുന്നേ? മനസ്സിലാവുന്നില്ലേ പറയുന്നത്? പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ? എളുപ്പമുള്ള ഭാഗമാണ്, നിങ്ങൾക്ക് വേഗം പഠിച്ചു കിട്ടുന്ന ഭാഗമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. എംപ്ലോയീസ് എന്താണ്, അവർക്ക് എന്താ കൊടുക്കേണ്ടത്? നമ്മൾ വാണിംഗ് അല്ല, റിവാർഡുകളാണ് കൊടുക്കേണ്ടത് അല്ലെ, അപ്രീസിയേഷൻസ് ആണ് കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ അതിനനുസരിച്ച് അവരെ ജോലി ചെയ്യുന്ന കാലയളവിൽ അവർക്ക് എന്തൊക്കെ പുതിയ നേട്ടങ്ങളും ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? റിവാർഡുകളും അതുപോലെ തന്നെ അച്ചീവ്മെന്റ്സ് എന്താണ് അപ്രീസിയേഷൻസും അതുപോലെ പുതിയ സ്ഥാനക്കയറ്റങ്ങളും പ്രൊമോഷൻസും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നെഗറ്റീവ് രണ്ടും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മനസ്സിലായോ? പ്രോഗ്രസീവ് ഡിസിപ്ലിന് രണ്ടും വരുന്നുണ്ട്. നെഗറ്റീവ് ആയിട്ടുള്ള അപ്പൊ എംപ്ലോയീസ് നന്നായിട്ട് പെർഫോം ചെയ്താൽ അവർക്ക് നല്ല രീതിയിലുള്ളൊരു പുരോഗതി ഇവർക്ക് ഇവിടുന്നുണ്ടാവും. അവര് ഹയർ ലെവലിലേക്ക് എംപ്ലോയീസിനെ ഉയർത്തിക്കൊണ്ടുവരും. അതേസമയം എംപ്ലോയീസ് അച്ചടക്കമില്ലായ്മ കാണിച്ചാൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും? അവരെ ഇവിടെ നിന്ന് പിരിച്ചുവിടുന്ന വരെയുള്ള രീതിയിലുള്ള നീക്കങ്ങളും ഉണ്ടാവും. മനസ്സിലായോ? In other words, it can be said that progressive discipline not only reward an employee. കേട്ടോ, അവിടെ ഇതിൽ നമുക്ക് ഒരു പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എംപ്ലോയീസിന് റിവാർഡുകൾ മാത്രം കൊടുക്കുന്ന ഒരു വശം മാത്രമല്ല, അല്ലാതെയോ an employee but can also punish him, അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ. രണ്ടും കൂടി ഉൾപ്പെടുന്ന ഒരു ഡിസിപ്ലിൻ ആണ് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇവിടെ പ്രോഗ്രസീവ് ഡിസിപ്ലിൻ ആണ് ഒരു എംപ്ലോയീസിന്റെ ഇത്തരത്തിലുള്ള ഇൻഡിസിപ്ലിൻ എന്താണ് കാര്യങ്ങളൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ബെസ്റ്റ് മെത്തേഡാണ് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എംപ്ലോയീസിന്റെ പുരോഗതി എങ്ങനെയാണോ, എംപ്ലോയീസ് എങ്ങനെ പെർഫോം ചെയ്യുന്നോ അതിനനുസരിച്ചാണ് നമ്മൾ അവിടെ അവർക്ക് റിവാർഡ് കൊടുക്കണോ, പണിഷ്മെന്റ് ആണോ കൊടുക്കേണ്ടത്, വാർണിംഗ് ആണോ കൊടുക്കേണ്ടത് തീരുമാനിക്കുന്നത്. അത് അവർ ജോയിൻ ചെയ്ത സമയം മുതൽ റിട്ടയർമെന്റ് സമയം വരെ ഇത് കൂടെ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? അത് ജോയിൻ ചെയ്തോളൂ, അയ്യോ ആ കുട്ടി ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ, അവൻ പെർഫോം ചെയ്തിട്ടില്ല, കുഴപ്പമില്ലാതെ വെക്കോ? ഒരു ഓർഗനൈസേഷന് നമുക്കൊരു ഗോൾ തന്നു, നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ ശരിയായ രീതിയിൽ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുന്നില്ല, അത് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ, എന്നാൽ അവിടെ കുഴപ്പമില്ലാന്ന് പറയില്ലല്ലോ. അതുപോലെ തന്നെ റിട്ടയർമെന്റ് ആവാൻ പോവാണ്, ഇനിയിപ്പോ അത് ശ്രദ്ധിക്കണ്ടെന്ന് പറയില്ല അല്ലെ. അവര് ജോയിൻ ചെയ്ത സമയം മുതൽ അവർ റിട്ടയർമെന്റ് അല്ലെങ്കിൽ അവിടുന്ന് പിരിച്ചു പോരുന്ന സമയം വരെ ഈ കാര്യം അവരുടെ കൂടെ ഉണ്ടാവും അല്ലെ. അവർ നന്നായിട്ട് പെർഫോം ചെയ്താൽ അതിനനുസരിച്ച് അവർക്ക് റിവാർഡുകൾ കിട്ടും, അതിനനുസരിച്ച് ഹയർ ലെവലിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുപോകും. അതേസമയം അവര് നല്ല രീതിയിൽ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുന്നില്ല, ഇത്തരത്തിലുള്ള അച്ചടക്കമില്ലായ്മ കാണിക്കുകയാണെങ്കിൽ ആദ്യം അവർക്ക് വാർണിംഗ് കൊടുക്കും. ഫസ്റ്റ് ആദ്യം മുന്നറിയിപ്പുകളാ കൊടുക്കുക അല്ലെ, വെർബൽ ആയിട്ടുള്ള വാക്കുകളുള്ള മുന്നറിയിപ്പുകൾ വാർണിംഗാ കൊടുക്കുക. ഇനി ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ 1-2 പ്രാവശ്യം അങ്ങനെയൊക്കെ പോകും അല്ലെ. അത് കഴിഞ്ഞ് പിന്നെ
രീതിയിലുള്ള സെയിം അവര് മിസ്റ്റേക്ക് തിരുത്താതെ പിന്നെയും ഇതേ ബിഹേവിയർ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ എന്താ പറ്റുക, അവർക്ക് അതിനനുസരിച്ച് അവരെ സസ്പെൻഡ് ചെയ്യും. എന്താണ്, അവർക്ക് ചാർജ് ഷീറ്റുകൾ കൊടുക്കും, അതിനുശേഷം അവരെ സസ്പെൻഡ് ചെയ്യും. അതിനുശേഷം ഫൈനലി ഇതേ രീതി തുടരുകയാണെങ്കിൽ അവരെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്യുന്നു. അപ്പൊ പ്രോഗ്രസീവ് എന്ന് പറയുമ്പോൾ ആദ്യം ഒറ്റയടിക്ക് നമ്മൾ അവിടെ എന്ത് ചെയ്യല്ല, ഇപ്പൊ ഒരു എംപ്ലോയി കുറ്റം ചെയ്തു അല്ലെങ്കിൽ ഒരു അച്ചടക്കമില്ലായ്മ കാണിച്ചു, ഉടനെ തന്നെ നമ്മൾ അവർക്ക് എന്ത് ചെയ്യുന്നു, അവിടുന്ന് ലീവ് ചെയ്ത് അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യുവാൻ പോകാനായിട്ടുള്ള ടെർമിനേഷൻ ലെറ്റർ അല്ല കൊടുക്കുന്നത്, മറിച്ച് ആദ്യം അവർക്ക് വാർണിംഗ് കൊടുക്കും. അതിനുശേഷം അവർക്ക് അങ്ങനെ ഒരു പുരോഗതിയിലാണ് അവിടുത്തെ ആ ഒരു എന്താണ് റിവാർഡ് ആയിക്കോട്ടെ പണിഷ്മെന്റ് ആയിക്കോട്ടെ എന്താണെങ്കിലും പോകുന്നത്. അതാണ് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? പ്രോഗ്രസീവ് ഡിസിപ്ലിൻ മനസ്സിലായോ? ഓക്കെ. അപ്പൊ ആ ഒരു 3 ടൈപ്പ് ഓഫ് ഡിസിപ്ലിൻ, അതായത് പോസിറ്റീവ് ഡിസിപ്ലിൻ, നെഗറ്റീവ് ഡിസിപ്ലിൻ, പ്രോഗ്രസീവ് ഡിസിപ്ലിൻ, വേഗം ഒന്ന് വായിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. കഴിഞ്ഞു കഴിഞ്ഞു എല്ലാവരുടെയും ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ ശരി. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാലോ. അടുത്തത് ഇൻഡിസിപ്ലിൻ ഓർ മിസ്കണ്ടക്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നേരം ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലെ. ഇനി നമ്മള് അച്ചടക്കമില്ലായ്മ അല്ലെങ്കിൽ അച്ചടക്ക ലംഘനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അച്ചടക്കമില്ലായ്മ അല്ലെങ്കിൽ തെറ്റായ പെരുമാറ്റം എന്തൊക്കെയാണ്, അത് എന്തുമായി ബന്ധപ്പെട്ട അതിൽ കുറച്ച് ആക്ടുകൾ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കുന്നത്. നോക്കിയേ, violation of companies rules and regulations by the employees is termed as misconduct. അല്ലെ, ഒരു എംപ്ലോയീസ് ഒരു ഓർഗനൈസേഷനിലെ അല്ലെങ്കിൽ ആ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ്
ലംഘിക്കുന്നതിനെയല്ലേ നമ്മൾ മിസ്കണ്ടക്ട് എന്ന് പറയാം, അല്ലെങ്കിൽ അച്ചടക്കമില്ലായ്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തെറ്റായ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അല്ലെ. അവര് തന്നെ ഒരു ഓർഗനൈസേഷനിലോ ഒരു കമ്പനിയിലോ നമ്മൾ വർക്ക് ചെയ്യാണ്, നമ്മൾ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുന്നില്ല, അത് ലംഘിക്കുകയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ അച്ചടക്കമില്ലായ്മ എന്ന് പറയുന്നത് അല്ലെ. അല്ലേ? ആണോ? ആ ഒരു ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. വയലേഷൻ ഓഫ് കമ്പനീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻ by the employees is termed as misconduct. എന്താ? ആ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാതെ അല്ലെങ്കിൽ ലംഘിക്കുന്ന എംപ്ലോയീസ് ലംഘിക്കുന്നതിനെയാണ് മിസ്കണ്ടക്ട് അല്ലെങ്കിൽ അച്ചടക്കമില്ലായ്മ എന്ന് പറയുന്നത്. And this not only adversely affects the reputation of an organization, but also has a negative impact on his career growth. ഇവിടെ ഇവർക്ക് ആ ഒരു അച്ചടക്കമില്ലായ്മ അല്ലെങ്കിൽ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യുന്നതിലൂടെ അത് എംപ്ലോയിയുടെ റെപ്യൂട്ടേഷൻ, പ്രശസ്തിയെ മാത്രമല്ല ദോഷമായിട്ട് ബാധിക്കുന്നത്, അതോടൊപ്പം തന്നെ എന്തൊരു നെഗറ്റീവ് ഇമ്പാക്ട് കൂടി ഉണ്ടാക്കുന്നുണ്ട്, അവരുടെ കരിയറിന്റെ ആ ഒരു വളർച്ചയും കൂടി വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നില്ലേ? എംപ്ലോയിയുടെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ അവരുടെ പ്രശസ്തിയും ബാധിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇവർ അച്ചടക്കമില്ലായ്മ കാണിച്ചാൽ ഇവരെ വലിയ ഹയർ ലെവലിലേക്ക് പിന്നെ അവിടുത്തെ ഓർഗനൈസേഷൻ കൊണ്ടുപോവോ? ഇല്ല അല്ലെ. അവർ അച്ചടക്കമില്ലായ്മ കാണിച്ചാൽ ആദ്യം കുറച്ച് വാർണിങ്സ് കാര്യങ്ങൾ കൊടുക്കും, ഇല്ല എങ്കിൽ അവരവിടെ നിന്ന് പറഞ്ഞു വിടും അല്ലെ. അപ്പൊ ഒരിക്കലും അവരുടെ ആ ഒരു കരിയറിൽ ഒരു ഗ്രോത്ത് നല്ല രീതിയിൽ ഒരു പോസിറ്റീവായ രീതിയിൽ വരുന്നില്ല, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ആണ് ഇത്തരം മിസ്കണ്ടക്ട് ചെയ്ത് അച്ചടക്കമില്ലായ്മ കാണിക്കുന്ന എംപ്ലോയീസിന് ഉണ്ടാവുക. It is not necessary that misconduct take place within the company premises during the working hours, but it can also take place outside the organization. ചിലപ്പോ പല സമയങ്ങളിലും ആ കമ്പനിയുടെ ഉള്ളിലുള്ള ഒരു കമ്പനിയുടെ ആ ഒരു വർക്കിംഗ് എൻവയോൺമെന്റിനുള്ളിൽ ചിലപ്പോ ഇത്തരത്തിലുള്ള മിസ്കണ്ടക്ട് കാണിക്കണം എന്നുള്ളത് ചിലപ്പോ ശരിയാവില്ല, ചിലപ്പോ കാണിക്കാതെ പ്രോപ്പറായിട്ട് ചിലപ്പോ കാണിക്കാറില്ല. അതല്ലാതെ നമ്മുടെ ആ ഒരു ഓർഗനൈസേഷന്റെ ആ ഒരു പുറത്ത് വെച്ചാണെങ്കിലും ആ ഒരു ഓർഗനൈസേഷന്റെ പുറത്താണെങ്കിലും ഇത്തരത്തിലുള്ള തെറ്റായ പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ അച്ചടക്കമില്ലായ്മയോ കാണിക്കാറുണ്ട്. It has been seen that an employee who is undisciplined remain absent for a maximum period of time from the company. ശരിയല്ലേ? ഒരു അച്ചടക്കമില്ലാത്ത ഒരു എംപ്ലോയി ആണെങ്കിൽ അവന് മാക്സിമം പീരീഡ് ഓഫ് ടൈം ആ കമ്പനിയിൽ ആബ്സെന്റ് ആയിരിക്കും. ശരിയല്ലേ? എന്തുകൊണ്ടാ? അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാനൊന്നും ഇവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യും? അത് ലംഘിക്കുന്നതിന് വേണ്ടിയിട്ട് പരമാവധി സമയവും അവർ കമ്പനിയിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരിക്കും ചെയ്യാം അല്ലെ. ആബ്സെന്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ the concentration level of that employee also reduces gradually. ഇല്ലേ? ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാൻ താല്പര്യമില്ലാത്ത എംപ്ലോയീസ് ആണെങ്കിൽ അവരുടെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട കോൺസെൻട്രേഷൻ ലെവൽ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും അല്ലെ. കുറഞ്ഞല്ലേ വരുള്ളൂ. നമുക്കൊരു കാര്യത്തോട് താല്പര്യം ഉണ്ടാവുമ്പോഴേ നമുക്ക് കോൺസെൻട്രേഷനോട് ചെയ്യാൻ ശ്രമിക്കാം. അല്ലാത്ത പക്ഷം അവരുടെ കോൺസെൻട്രേഷൻ ലെവലിൽ കുറവ് വരും, അത് അവരുടെ പെർഫോമൻസിനെ ബാധിക്കും ഇല്ലേ? അവരുടെ പെർഫോമൻസിനെ ബാധിക്കും. അതുപോലെ തന്നെ there are certain changes in the behavior of that employee. എംപ്ലോയിയുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വരുമല്ലോ. For example, he or she starts bothering the authority for overtime allowances. എന്ത് ചെയ്യുന്നു? അവർ ഓവർടൈം അലവൻസസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ആ ഒരു അധികാരികളിൽ കൂടുതൽ ബുദ്ധിമുട്ടിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഇത്ര രൂപ കിട്ടണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കാൻ ആരംഭിക്കും. All these are some of the symptoms of indiscipline. ഇതെല്ലാം ഒരു അച്ചടക്കമില്ലായ്മയുടെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങളാണ്. സോ ഇറ്റ് ക്യാൻ ബി ഈസിലി ഡിറ്റക്റ്റഡ് ബൈ ദ മാനേജ്മെന്റ്. മാനേജ്മെന്റിന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റില്ലേ? ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എംപ്ലോയീസിന് ഇൻഡിസിപ്ലിൻഡ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? കൂടുതൽ സമയം അവർ ആബ്സെന്റ് ആവാതിരിക്കുക, പെർഫോമൻസ് നല്ല രീതിയിൽ കോൺസെൻട്രേഷനോട് ചെയ്യാതിരിക്കുക, അതുപോലെ തന്നെ പല കാര്യങ്ങളും പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കുക, മാനേജ്മെന്റിനെ ബുദ്ധിമുട്ടിക്കുക. അപ്പൊ എളുപ്പത്തിൽ മാനേജ്മെന്റിന് അത് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. So accordingly, steps can be taken to avoid such act of misconduct. ഇങ്ങനെയുള്ള അച്ചടക്കമില്ലായ്മയോ തെറ്റായ പെരുമാറ്റങ്ങളോ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ നടപടികൾ മാനേജ്മെന്റ് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ ഇൻഡിസിപ്ലിൻ ഓർ മിസ്കണ്ടക്ട് എന്ന് പറഞ്ഞ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവിടുത്തെ എംപ്ലോയീസ് ലംഘിക്കുന്നതിനെയാണ് നമ്മൾ മിസ്കണ്ടക്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് അവിടുത്തെ എംപ്ലോയീസിന്റെ
ആ ഒരു റെപ്യൂട്ടേഷനെ മാത്രമല്ല നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്, അവരുടെ ആ ഒരു കരിയറിന്റെ വളർച്ചയും അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ചിലപ്പോൾ ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള പ്രിമൈസസിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനുള്ളിൽ തന്നെ നടക്കണമെന്നില്ല, ആ ഓർഗനൈസേഷന് പുറത്തുള്ള എൻവയോൺമെന്റിലും നടക്കാം ഇത്തരത്തിലുള്ള അച്ചടക്കമില്ലായ്മ. ഇനി ഇപ്പൊ ഇത്തരത്തിലുള്ള അച്ചടക്കമില്ലാത്ത എംപ്ലോയീസ് ആണെങ്കിൽ അവർ പരമാവധി സമയം ആ ഓർഗനൈസേഷനിൽ നിന്ന് വിട്ടു നിൽക്കാൻ അല്ലെങ്കിൽ ആബ്സെന്റ് ആവാനായിരിക്കും ശ്രമിക്കുക. അതുപോലെ തന്നെ അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ എന്ന് പറയുന്നത് ഗ്രാജുവലി കുറഞ്ഞു വരും. അത് അവരുടെ പെർഫോമൻസിനെ ബാധിക്കും. അതോടൊപ്പം തന്നെ അവരുടെ പെരുമാറ്റത്തിലും അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസും മാറ്റങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറഞ്ഞിരുന്നു, നമ്മുടെ ആ ഒരു അതോറിറ്റിയെ ഓവർ ടൈം അലവൻസിന് വേണ്ടിയിട്ട് ഇവർ എപ്പോഴും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള സിംറ്റംസ്, ഇത്തരത്തിലുള്ളത് അത്ര പ്രധാനപ്പെട്ട ഇൻഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട സിംറ്റംസ് ആണ്, ലക്ഷണങ്ങളാണ്. അപ്പൊ അത് മാനേജ്മെന്റിന് എളുപ്പത്തിൽ ഇവരെ നിരീക്ഷിച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റുകയും അത്തരത്തിലുള്ള ഇൻഡിസിപ്ലിൻ ആക്ടുകൾ ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അതിനാവശ്യമായ സ്റ്റെപ്പുകൾ മാനേജ്മെന്റ് സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇൻഡിസിപ്ലിൻ എന്താണെന്നുള്ളതിന്റെ ഒരു ബേസ് കിട്ടിയില്ലേ? ഇനി നമ്മള് കുറച്ച് ആക്ടുകൾ, അതായത് ഒരു ആക്ട് ഓഫ് ഇൻഡിസിപ്ലിൻ ഓർ മിസ്കണ്ടക്ട്. ഇപ്പൊ ഒരു ഓർഗനൈസേഷനില് എംപ്ലോയീസ് പലതരത്തിലുള്ള തെറ്റായ പെരുമാറ്റങ്ങളോ അച്ചടക്കമില്ലായ്മയോ കാണിക്കാം, അല്ലെ? ഒരേ രീതിയിൽ തന്നെയുള്ള പ്രവർത്തനങ്ങളായിരിക്കില്ലല്ലോ കാണിക്കുന്നത്, നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവും ട്ടോ. പല രീതിയിൽ എംപ്ലോയീസ് ഇൻ ദ കമ്പനി commit different kinds of misconduct, പലതരത്തിലുള്ള തെറ്റായ പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ അച്ചടക്കമില്ലായ്മയോ കാണിക്കാം. The different kinds of act of misconduct that may be practiced in any company, ഏതൊരു കമ്പനിയിലും ഇവർ പ്രധാനമായിട്ടും കാണിക്കുന്ന കുറച്ച് ആക്ടുകളുണ്ട്, പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ കുറച്ച് രീതികളുണ്ട്. അതാണ് നമ്മൾ താഴെ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സ്ലോയിങ് ഡൗൺ ദ വർക്ക് പെർഫോമൻസ് ബില്ലിംഗ്ലി. എന്ത് ചെയ്യുന്നു? ഇവര് മനഃപൂർവ്വം തന്നെ, സ്വന്തമായിട്ട്, അല്ലാതെ വേറൊരു കാരണം ഉണ്ടായിട്ടൊന്നുമല്ല. കാരണം ഇവർക്ക് ഈ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇവർ എന്ത് ചെയ്യും? വില്ലിംഗ്ഫുള്ളി, അവർ മനഃപൂർവ്വം തന്നെ അല്ലെങ്കിൽ സ്വമേധയാ തന്നെ എന്ത് ചെയ്യുന്നു? അവരുടെ വർക്കിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട പ്രകടനം വളരെ മന്ദഗതിയിലാക്കുന്നു, സ്ലോ ആക്കുന്നു. അതൊന്നാമത്തെ ആക്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ എംപ്ലോയീസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. മനസ്സിലായോ? അച്ചടക്കമില്ലായ്മയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എംപ്ലോയീസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത് സ്വമേധയ, ഒരു ബില്ലിങ്ങിൽ തന്നെ സ്വമേധയ അവര് മനഃപൂർവ്വം തന്നെ അവരുടെ പെർഫോമൻസിൽ എന്ത് ചെയ്യുന്നു? പെർഫോമൻസ് കുറയ്ക്കുന്നു അല്ലെങ്കിൽ മന്ദഗതിയിലാക്കുന്നു, സ്ലോ ചെയ്യുന്നു. ക്ലിയർ ആണോ? ഒന്നാമത്തെ ആക്ട് മനസ്സിലായോ? രണ്ടാമത്തത് എന്താ നോക്കിയേ? willingly disobeying, whether individually or in group, any lawful or important order of the boss. ഇപ്പൊ അവരുടെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ആയിരിക്കാം, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഉത്തരവായിരിക്കാം. അപ്പൊ അത് മനഃപൂർവ്വമായിട്ട്, അപ്പൊ അതോ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ നിയമാനുസൃതമായിട്ടുള്ളതോ അല്ലാത്തതോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതോ ആയിട്ടുള്ള അവരുടെ ബോസിൽ നിന്ന്, അതായത് ആ എംപ്ലോയിയുടെ ബോസിൽ നിന്നിട്ട് മേലധികാരികളിൽ നിന്ന് കിട്ടുന്ന നിയമാനുസൃതമായിട്ടുള്ളതാവാം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും ഉത്തരവുകൾ എന്ത് ചെയ്യാം? മനഃപൂർവ്വം തന്നെ അനുസരിക്കാതിരിക്കുക. അപ്പൊ അതൊരു വ്യക്തിയായിട്ട്, ഒരു കൂട്ടമായിട്ടോ, ഒരു ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടോ ഇവരടുത്ത് എന്ത് ചെയ്യുന്നില്ല? അനുസരിക്കാതിരിക്കുക. മനഃപൂർവ്വം തന്നെ അത് അനുസരിക്കാതിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ആക്ട്. മനസ്സിലായോ? അവരുടെ ബോസിൽ നിന്ന് നിയമപരമായിട്ട് നിയമാനുസൃതമായിട്ട് ചെയ്യേണ്ടതാവാം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും ഉത്തരവാവാം. അത് ഇവരെന്ത് ചെയ്യുന്നില്ല? പാലിക്കുന്നില്ല, അതല്ലെങ്കിൽ അനുസരിക്കുന്നില്ല. അത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് അനുസരിക്കാതിരിക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് ഒരു കൂട്ടം ആളുകൾ അനുസരിക്കാതിരിക്കുന്നതുമാവാം. ക്ലിയർ ആണോ? രണ്ടാമത്തെ ആക്ട് മനസ്സിലായോ? എളുപ്പമുള്ള ഭാഗമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ച് എളുപ്പത്തിൽ കിട്ടും. അടുത്തത് കണ്ടക്ടിങ് ഫ്രോഡ് വിത്ത് ദ ബിസിനസ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദി എംപ്ലോയർ. എന്താ? ആ തൊഴിലുടമയുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട സ്വത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ അത് പ്രോപ്പർട്ടിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ എന്തെങ്കിലും തട്ടിപ്പുകൾ നടത്തുക. മനസ്സിലായോ? കണ്ടക്ടിങ് ഫ്രോഡ് വിത്ത് ദ ബിസിനസ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ എംപ്ലോയർ. ആ എംപ്ലോയർ അല്ലെങ്കിൽ തൊഴിലുടമയുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അവരുടെ സ്വത്ത് അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും എന്താണ് തട്ടിപ്പുകൾ നടത്തുക. ക്ലിയർ അല്ലേ? തേർഡ് വൺ ക്ലിയർ അല്ലേ?
Then fourth one ആണ് arriving late frequently in the office. എന്താ ഓഫീസിൽ വളരെ ലേറ്റ് ആയിട്ട് എല്ലാ ദിവസവും പതിവായിട്ട് വൈകി എത്തുന്നത്. നമുക്കറിയാം ഒരു ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാ എംപ്ലോയിക്കും ബാധകമാണ് അല്ലെ. കുറച്ച് എംപ്ലോയീസിന് നേരത്തെ വരാം, കുറച്ച് എംപ്ലോയീസിന് നേരത്തെ പോവാം, വൈകി വരാം, അങ്ങനെയൊന്നും ഇല്ലല്ലോ. എല്ലാവർക്കും ഒരു ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അല്ലെ. ആ കൃത്യമായിട്ടുള്ള ടൈമിനുള്ളിൽ വരിക, കൃത്യമായിട്ടുള്ള ടൈമിനുള്ളിൽ പോവാന്നുള്ളതാണ്. ഇവരെന്ത് ചെയ്യും? അത് പാലിക്കാൻ ഇവർക്ക് താല്പര്യമില്ലാതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും? പതിവായിട്ട് ഓഫീസിലേക്ക് ലേറ്റ് ആയിട്ട് പതിവായിട്ട് തന്നെ വൈകി എത്തുന്നു. ക്ലിയർ അല്ലേ? അടുത്തത് അഞ്ചാമത് frequent absence from the duty without giving leave application or information or being absent since a long time without any genuine reason. എന്താണ്? ഇവര് പതിവായിട്ട് മിക്ക ദിവസവും എന്ത് ചെയ്യുന്നു? ലീവ് എടുക്കുന്നു. അപ്പൊ അത് ചിലപ്പോ ഫ്രീക്വന്റ് ആയിട്ടുള്ള ആബ്സെൻസ്, പതിവായിട്ട് തന്നെ അവധികൾ എടുക്കാണ്. അപ്പൊ ആ ഒരു അവധി എന്ന് പറയുന്നത് ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു റീസൺ ഒന്നും കൊടുക്കാതെ, നമുക്കറിയാം ഏതൊരു സ്ഥാപനത്തിലും നമ്മൾ ലീവ് എടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ അവിടെ കൃത്യമായിട്ട് ഇൻഫർമേഷൻ കൊടുത്തിരിക്കണം അല്ലെ. നമ്മൾ ഇത്ര ദിവസത്തേക്ക് ലീവാണ്, ഇന്ന കാരണം കൊണ്ടാണ് ലീവ് ആവുന്നത് പറയണ്ടേ. ഒരു ജെനുവിൻ ആയിട്ടുള്ള റീസൺ നമ്മൾ അവിടെ കൊടുക്കണ്ടേ, അല്ലെങ്കിൽ മുൻപേ അവരെ അറിയിക്കണ്ടേ? അറിയിക്കണോ? പെട്ടെന്ന് വന്നതാണെങ്കിൽ അപ്പോഴെങ്കിലും നമ്മൾ അറിയിക്കണം അല്ലെ. ഇവിടെ വിത്തൗട്ട് ഗിവിംഗ് ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് നൽകിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു ലോങ് ടൈം ആയിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ജെനുവിൻ റീസൺ ഇല്ലാതെ തന്നെ അവധി എടുക്കുക എന്നതാണ് അഞ്ചാമത്തേതിൽ പറയുന്നത്. ക്ലിയർ ആണല്ലോ? ആറാമത്തത് indulging in corrupt practices like receiving or offering bribes. എന്താണ് bribes? ഇവിടെ എന്തായിരിക്കും ഉദ്ദേശിക്കുക? എന്തായിരിക്കും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ബ്രൈബ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കൈക്കൂലി വാങ്ങണം. കേട്ടിട്ടുണ്ടോ? കൈക്കൂലി വാങ്ങുകയോ അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്യുകയോ പോലെയുള്ള അഴിമതി രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. മനസ്സിലായോ? ഇതൊക്കെ ഓർഗനൈസേഷനെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണല്ലോ. അപ്പൊ ആ ഒരു എംപ്ലോയീസ് ചെയ്യുന്നതാണ് തെറ്റായ പ്രവർത്തനങ്ങൾ, എംപ്ലോയീസ് ചെയ്യുന്ന തെറ്റായ കുറെ പ്രവർത്തനങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? ഇന്റൻഷനലി ഡാമേജിങ് ദ കമ്പനീസ് ഗുഡ്സ് ആൻഡ് പ്രോപ്പർട്ടി. എന്താ? അവിടുത്തെ ആ ഒരു സാധനങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ ആ ഒരു എന്താണ് ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ പ്രോപ്പർട്ടി സ്വത്തുക്കളായിക്കോട്ടെ, അവിടുത്തെ സാധനങ്ങളായിക്കോട്ടെ മനഃപൂർവ്വം കേടുപാടുകൾ വരുത്തുക. അതുപോലെ തന്നെ undergoing any work strike and forcing others to strike on the breach of any law. എന്താ? ഒരു undergoing any work strike, പണിമുടക്കുകള് ഇല്ലേ? എനിക്ക് നമ്മൾ കാണും, മുമ്പൊക്കെ എപ്പോഴും കാണുമായിരുന്നു അല്ലെ, ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കമ്പനീസുമായി ബന്ധപ്പെട്ട പണിമുടക്കുകൾ വരുന്നത് കാണാറില്ലേ? അത്തരത്തില് അവിടുത്തെ പണിമുടക്കുകൾ പോലെയുള്ള കാര്യങ്ങൾ, സ്ട്രൈക്ക് പോലെയുള്ള കാര്യങ്ങളില് ഏർപ്പെടുക. അതിൽ അവര് മാത്രമല്ല ഏർപ്പെടുന്നത്, മറ്റുള്ളവരെയും കൂടി ഈ ഒരു സ്ട്രൈക്കിലേക്ക് പങ്കാളികളാക്കാനായിട്ട് മറ്റുള്ളവരെയും കൂടി ഫോഴ്സ് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ കണ്ടിന്യൂസ്ലി റിപ്പീറ്റിംഗ് എനി ആക്ഷൻ ഓർ കെയർലെസ്നെസ് as a result of which a fine can be imposed. എന്താ? ഒരു പ്രാവശ്യം ഇവരൊരു പ്രവർത്തനം ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ശ്രദ്ധയില്ലായ്മയുടെ പേരിൽ ഇവർക്ക് ഒരു പ്രാവശ്യം ഒരു ഫൈൻ കിട്ടിയിട്ടുണ്ടാവാം. പിന്നെയും അതേ ഫൈൻ കിട്ടിയ അതേ കാര്യം തന്നെ പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് അവർ എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്യുന്നു. ഒന്നിനും ശ്രദ്ധയില്ലായ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെറ്റായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കും ഫൈൻ കിട്ടിയിട്ടുണ്ടാവാം. അത് തന്നെ പിന്നെയും തിരുത്താതെ പിന്നെയും അതേ രീതിയിലുള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ എന്താ കെയർലെസ്നെസ്സോ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് പിന്നെയും അത് കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ റെഫ്യൂസൽ ടു വർക്ക് ഓൺ എ ജോബ് ഓർ മെഷീനറി. ഇപ്പൊ എന്തെങ്കിലും ജോലി കൊടുത്താല് അല്ലെങ്കിൽ ഇപ്പൊ ഒരു മെഷീനറി ഓപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞാല് എനിക്ക് പറ്റില്ല എന്ന് അവർ എന്ത് ചെയ്യുന്നു? റിഫ്യൂസ് ചെയ്യുകയും എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിരസിക്കുന്നു. അതുപോലെ തന്നെ ഹാബിച്വൽ ബ്രേക്കിംഗ് ഓഫ് എനി റൂൾ ഓഫ് ലെജിസ്ലേഷൻ വിച്ച് ഇസ് ആപ്ലിക്കബിൾ ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റൂൾ മെയ്ഡ് അണ്ടർ ഇറ്റ്. എന്താ? ആ ഒരു സ്ഥാപനത്തില് സ്ഥാപിതമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ബാധകമായിട്ടുള്ള റൂൾസോ അല്ലെങ്കിൽ ആപ്ലിക്കബിൾ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റൂൾ മെയ്ഡ് അണ്ടർ ഇറ്റ്. എന്താ? എന്തെങ്കിലും ഒരു നിയമപരമായിട്ടുള്ള റൂളുകൾ, നിയമാനുസൃതമായിട്ടുള്ള ഒരു റൂളുകളുടെ പതിവായിട്ടുള്ള ലംഘനം. ഹാബിച്വൽ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ പതിവായിട്ടുള്ള ലംഘനം. ഇപ്പൊ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആ സ്ഥാപനത്തിനോ അതിന് കീഴിലുള്ളതോ ആയിട്ടുള്ള ചട്ടങ്ങള് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് ബാധകമായിട്ടുള്ള അവിടുത്തെ എംപ്ലോയീസിന് ബാധകമായിട്ടുള്ള നിയമങ്ങൾ എന്ത് ചെയ്യുന്നു? പതിവായിട്ട് ലംഘിക്കുന്നു.
അതുപോലെ തന്നെ willingfully destroying or altering any company's record. എന്താ കമ്പനിയുടെ ഏതെങ്കിലും റെക്കോർഡുകൾ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് മനഃപൂർവ്വം തന്നെ നശിപ്പിക്കാം അല്ലെങ്കിൽ മനഃപൂർവ്വം തന്നെ അതിലെ മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്യുക. ഇതെല്ലാം എന്താണ് ഇൻഡിസിപ്ലിനറി അല്ലെങ്കിൽ മിസ്കണ്ടക്റ്റുമായി ബന്ധപ്പെട്ട ആക്ടുകൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളാണ്. എംപ്ലോയീസ് ഒരു ഓർഗനൈസേഷനിൽ അവർ അച്ചടക്കമില്ലായ്മ അല്ലെങ്കിൽ തെറ്റായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത് 12 എണ്ണം. ഓക്കെ, ഇപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഫസ്റ്റ് വൺ ഒന്ന് നോക്കി, വേഗം നോക്കി. അവരെന്ത് ചെയ്യുന്നു? സ്ലോയിങ് ഡൗൺ ദ വർക്ക് പെർഫോമൻസ് വില്ലിംഗ്ലി. മനഃപൂർവ്വം തന്നെ അവരുടെ പെർഫോമൻസ് ലെവൽ എന്ത് ചെയ്യുന്നു? മന്ദഗതിയിലാക്കും. രണ്ടാമത് പറയുന്നത് വില്ലിംഗ്ലി ഡിസൊബെയിങ്. എന്താ? അനുസരിക്കാതിരിക്കുക. അതിപ്പോ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആയിട്ട് അവരുടെ ബോസിൽ നിന്ന് കിട്ടുന്ന നിയമാനുസൃതമായിട്ടുള്ളതോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതോ ആയിട്ടുള്ള എന്തെങ്കിലും ഉത്തരവുകള് മനഃപൂർവ്വം തന്നെ അവരെന്ത് ചെയ്യുക? അനുസരിക്കാതിരിക്കുക. മൂന്നാമത്തത് ആ ഒരു എംപ്ലോയർ തൊഴിലുടമയുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടോ എന്താണ്? തട്ടിപ്പുകൾ നടത്തുക. അതുപോലെ തന്നെ പതിവായിട്ട് ഓഫീസിൽ ലേറ്റ് ആയിട്ട് അല്ലെ വൈകി എത്തുക. അതുപോലെ തന്നെ എന്താ? ഡ്യൂട്ടിയിൽ നിന്ന് ഒരു ലീവ് ആപ്ലിക്കേഷനോ ഇൻഫർമേഷൻസോ ഒന്നും കൊടുക്കാതെ പതിവായിട്ട് ആബ്സെന്റ് ആവുക, അവധി എടുക്കുക, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ജെനുവിൻ റീസൺ ഇല്ലാതെ തന്നെ ഒരുപാട് ദിവസം ലീവ് എടുക്കുക. അതുപോലെ തന്നെ ഇൻഡൾജിങ് കറക്റ്റ് പ്രാക്ടീസസ് ലൈക്ക് റിസീവിംഗ് ഓർ ഓഫറിംഗ് പ്രൈസ്. എന്താ? കൈക്കൂലി വാങ്ങുക, അത് വാങ്ങുകയോ അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്യുന്ന രീതിയിലോ അങ്ങനെയുള്ള അതുപോലെയുള്ള അഴിമതി പ്രവർത്തനങ്ങളിൽ തുടർച്ചയായിട്ട് ഏർപ്പെടുക. അതുപോലെ തന്നെ അടുത്തത് ഇന്റൻഷണലി ഡാമേജിങ് ദ കമ്പനീസ് ഗുഡ്സ് ആൻഡ് പ്രോപ്പർട്ടി. ആ ഒരു കമ്പനിയുടെ സ്വത്തുക്കളിലോ അല്ലെങ്കിൽ ആ വസ്തുക്കളിലോ സാധനങ്ങളിലോ ഒക്കെ മനഃപൂർവ്വമായിട്ടുള്ള കേടുപാടുകൾ വരുത്തുക. അതുപോലെ undergoing any work strike and forcing others to strike on the breach of any law. എന്തെങ്കിലും നിയമവുമായി ബന്ധപ്പെട്ട നിയമത്തിന്റെ ലംഘനവുമായി ബന്ധപ്പെട്ട ഒരു പണിമുടക്കുകളിൽ ഏർപ്പെടുക, മറ്റുള്ളവരെ കൂടി ഈ സ്ട്രൈക്കിൽ ഉൾപ്പെടാനായിട്ട് ഫോഴ്സ് ചെയ്യുക. അതുപോലെ തന്നെ റിഫ്യൂസൽ ടു വർക്ക്. എന്താണ്? കണ്ടിന്യൂസ്ലി റിപ്പീറ്റിംഗ് എനി ആക്ഷൻ ഓർ കെയർലെസ്നെസ്. എന്തെങ്കിലും അശ്രദ്ധയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തനവും മൂലം അവർക്ക് തെറ്റായ പ്രവർത്തനങ്ങൾ മൂലം അവർക്ക് ഓൾറെഡി ഫൈൻ കിട്ടിയിട്ടുണ്ടാവോ, അത് ഫൈൻ കിട്ടിയെങ്കിൽ പോലും അവർ അത് തിരുത്താതെ പിന്നെയും അതേ രീതിയിലുള്ള കെയർലെസ്നെസ്സും ആക്ഷനും കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ജോലിയോ അല്ലെങ്കിൽ യന്ത്ര സാമഗ്രികളുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റില്ല നിരസിക്കുക. അതുപോലെ തന്നെ പതിവായിട്ടുള്ള ലംഘനം. എന്താണ്? ആ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ആ സ്ഥാപനത്തെ ബാധിക്കുന്ന രീതിയിലുള്ള നിയമങ്ങളോ കാര്യങ്ങളോ അതിന് ബാധകമായിട്ടുള്ള നിയമങ്ങളോ കാര്യങ്ങളോ ഒക്കെ പതിവായിട്ട് ലംഘിക്കുക. അതുപോലെ തന്നെ മനഃപൂർവ്വമായിട്ട് ആ കമ്പനിയുടെ റെക്കോർഡുകള് നശിപ്പിക്കുകയോ അതിൽ മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്യുക. വേഗം ഒന്ന് വായിച്ചു നോക്കി ആ ഒരു ഇൻഡിസിപ്ലിൻ കേട്ടോ. ഇൻഡിസിപ്ലിൻ ഓർ മിസ്കണ്ടക്റ്റും ഈ ഒരു ആക്ടുകളും ഒന്നും അവരുടെ പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള അച്ചടക്കമില്ലായ്മയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഒന്ന് വായിച്ചിട്ട് റിപ്പയർ ചെയ്യണം കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ശരി. ടൈം കളയുന്നില്ല, നെക്സ്റ്റിലേക്ക് പോവാണ് കേട്ടാ. ഓക്കെ, ഇപ്പൊ വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ബാക്കി നിങ്ങൾ വീട്ടിലിരുന്ന് നോക്കിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഡൗട്ട്സ് എന്തെങ്കിലും ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, മിസ് അപ്പൊ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണേ.
കോസസ് ഓഫ് ഇൻഡിസിപ്ലിൻ ഓർ മിസ്കണ്ടക്ട്. ഈ ഒരു തെറ്റായ പ്രവർത്തനം അല്ലെങ്കിൽ അച്ചടക്കമില്ലായ്മ ഉണ്ടാവാനായിട്ടുള്ള പ്രധാന കാരണങ്ങളാണ് ഈ പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് സ്റ്റിഫ് കൺവെൻഷണൽ പ്രാക്ടീസസ് ഓഫ് ദ ഓർഗനൈസേഷൻ. എന്താ, ഓർഗനൈസേഷനിൽ വളരെ കർശനമായിട്ടുള്ളതും പരമ്പരാഗതമായിട്ടുള്ള രീതികൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട്. Okay, when a company continuously follow its traditional and outdated practices, then the employee indulge in indiscipline. അല്ലെ, ഒരു കമ്പനി തുടർച്ചയായിട്ട് പഴയ പുരാതനമായിട്ടുള്ള രീതിയിലുള്ള ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാലഹരണപ്പെട്ടിട്ടുള്ള രീതികൾ തന്നെ ഫോളോ ചെയ്യുന്നതാണെങ്കിൽ എംപ്ലോയീസ് എന്ത് ചെയ്യാം, അച്ചടക്കമില്ലാത്തവരായിട്ട് മാറാം. ഫോർ എക്സാമ്പിൾ, ഒരു സ്ഥിരതയുള്ള, ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത, ഒരു വഴക്കമില്ലാത്ത ഒരു ജോബ് ഷെഡ്യൂളോ അല്ലെങ്കിൽ ഒരു വർക്ക് ടൈം ടേബിളോ അവർക്ക് കൊടുക്കാണ്. ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കണം, പണ്ടൊക്കെ ഒരു രീതി. അല്ലാതെ എംപ്ലോയീസിനെ കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതി ഇവർ ഫോളോ ചെയ്യുന്നില്ല. ട്രഡീഷണൽ ആയിട്ട് പണ്ട് മുതലേ ഫോളോ ചെയ്യുന്ന ആ കാലഹരണപ്പെട്ട കർശനമായിട്ടുള്ള രീതി തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, എംപ്ലോയീസ് ആ ഒരു ടൈം ടേബിളോ അല്ലെങ്കിൽ ഷെഡ്യൂളുകളോ ചിലപ്പോൾ വയലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ലംഘിക്കാനുള്ള സാധ്യതയുണ്ട്. ശരിയല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട ഇപ്പൊ എല്ലാ ഓർഗനൈസേഷൻസ് അങ്ങനെ അല്ലെ, എംപ്ലോയീസിന്റെയും കൂടി ആ ഒരു ഫ്ലെക്സിബിലിറ്റിക്ക് അനുസരിച്ചല്ലേ ടൈം ഒക്കെ ഷെഡ്യൂൾ ചെയ്യുന്നത്. അതിനനുസരിച്ചല്ലേ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലൊക്കെ ജോലികളൊക്കെ കൊണ്ടുവന്നത് അല്ലേ. ചിലപ്പോ എല്ലാവർക്കും ഒരേ ടൈം വർക്ക് ചെയ്യണമെന്നില്ല. അപ്പൊ അതിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരികയും ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈമിംഗ്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാല് പണ്ട് മുതലുള്ള അതേ ടൈമിംഗ് തന്നെ ഫോളോ ചെയ്യുന്നു, അതേ വർക്ക് ടൈം ടേബിള്, അതിലൊരു ചെറിയ രീതിയിൽ പോലും ഒരു ഒരു അനായാസമായിട്ടുള്ള രീതിയിൽ അവർ കൊടുക്കുന്നില്ല, ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരുന്നില്ല. അപ്പൊ അത്തരത്തിലാവുമ്പോൾ അത് ലംഘിക്കാനായിട്ട് ചിലപ്പോൾ എംപ്ലോയീസ് വയലേഷൻസ് നടത്താനായിട്ട് സാധ്യതയുണ്ട്. അതാണ് സ്റ്റിഫ് ആൻഡ് കൺവെൻഷണൽ പ്രാക്ടീസസ് ഓഫ് ദ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് അൺഫെയർ ട്രീറ്റ്മെന്റ്. എന്താ, എംപ്ലോയീസിനോടുള്ള ഒരു അന്യായമായ പെരുമാറ്റം. Employee exploitation is generally caused by the biased treatment of the management towards the employees. എന്താ, എംപ്ലോയീസിനോട് എല്ലാവരോടും ഒരുപോലെ നിന്ന് പെരുമാറണ്ടേ, വേണ്ടേ? അല്ലാതെ കുറച്ചു പേരോട് വേറൊരു രീതി, കുറച്ചു പേരോട് മറ്റൊരു രീതി, അങ്ങനെ കാണുണ്ടോ? ഇല്ല അല്ലെ. അതാണ് ബയാസ്ഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഒരു പക്ഷാപാതപരമായിട്ടുള്ള, അതായത് കുറച്ച് വ്യക്തികളെ മാത്രം ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ അല്ലാത്ത വ്യക്തികളെ മാറ്റി നിർത്തുന്ന രീതിയിൽ അങ്ങനെ ഒരു നിഷ്പക്ഷമായിട്ടുള്ള അല്ലെ, അൺബയാസ്ഡ് ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത്. ഒരു നിഷ്പക്ഷമായ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അവരോടുള്ള പെരുമാറ്റമാണ് എംപ്ലോയീസ് ആഗ്രഹിക്കുന്നത്. സോ അത്തരത്തിലൊരു പക്ഷാപാതപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തികളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പെരുമാറ്റമാവുമ്പോൾ അത് എംപ്ലോയീസിന് എന്ത് ചെയ്യാം, വയലേഷൻസിലേക്ക് നടത്താം. അതായത് ഫോർ എക്സാമ്പിൾ കോമ്പൻസേഷൻ ഡിറ്റർമിനേഷൻ. ഇപ്പൊ എന്താണ്, പ്രതിഫലം നിർണ്ണയിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത്, ജോലി അസൈൻ ചെയ്ത് പുതിയ ജോലികൾ നൽകുന്ന സമയത്ത് മുതലായ കാര്യങ്ങളൊക്കെ എന്താണ്, ഇവിടുത്തെ കുറച്ച് എംപ്ലോയീസിനെ മാത്രം അവർ പരിഗണിക്കുന്നു, അല്ലാത്തവരോട് വേറൊരു രീതിയിലുള്ള പെരുമാറ്റം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എംപ്ലോയീസ് മോശമായ പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ അച്ചടക്കമില്ലായ്മയോ കാണിച്ചേക്കാം. ക്ലിയർ ആണോ? അൺഫെയർ ട്രീറ്റ്മെന്റ് മനസ്സിലായോ? ഓക്കെ. തേർഡ് വൺ ആണ് ആബ്സെൻസ് ഓഫ് പ്രോപ്പർ കോഡ് ഓഫ് കണ്ടക്ട്. എന്താ, ശരിയായിട്ടുള്ള ഒരു പെരുമാറ്റ ചട്ടമില്ലാത്ത അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടം അതിന്റെ അഭാവം. പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ ശരിയായ ഒരു പെരുമാറ്റ ചട്ടം ഇല്ലാത്തതിന്റെ അതിന്റെ ഒരു അഭാവം. So it is the code of conduct that guides the workers in analyzing their disciplined and undisciplined behavior. അപ്പൊ എപ്പോഴും നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷൻ ഇങ്ങനെയാണ് എംപ്ലോയീസ് പെരുമാറേണ്ടത് എന്നുള്ളൊരു പെരുമാറ്റ ചട്ടം ആ ഓർഗനൈസേഷൻ രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസ് അല്ലെങ്കിൽ അവിടുത്തെ വർക്കേഴ്സിന് തിരിച്ചറിയാൻ പറ്റും എന്തൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഡിസിപ്ലിനിൽ വരുന്നത്, എന്തൊക്കെയാണ് അൺഡിസിപ്ലിൻഡ് ബിഹേവിയറിൽ വരുന്നത് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ ചില ഓർഗനൈസേഷനില് എംപ്ലോയീസിന് അവിടുത്തെ സുപ്പീരിയേഴ്സോ കാര്യങ്ങളോ അതിന്റെ ആ ഒരു കോഡ് ഓഫ് കണ്ടക്ട് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സുപ്പീരിയർ ആയിട്ടുള്ള അവരുടെ മേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് ഏത് തരത്തിലുള്ള മിസ്കണ്ടക്ട് എന്ന് പറഞ്ഞാൽ തെറ്റായ പ്രവർത്തനങ്ങളോ പെരുമാറ്റങ്ങളോ അതിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എലമെന്റ്സ് ഓഫ് മിസ്കണ്ടക്ട് until the superior communicate the code of conduct to them. അവർ സത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ട് മിസ്കണ്ടക്റ്റിൽ വരുന്നത് തെറ്റായ പ്രവർത്തനങ്ങളിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് ചിലപ്പോൾ ഒരു അറിവുണ്ടാവില്ല. ദിസ് ഈസ് ഡ്യൂ ടു ദ ഫോൾട്ടി ഫ്രെയിം. അപ്പൊ അതൊരിക്കലും എംപ്ലോയീസിനെ കുറ്റമല്ല, അവിടെ ശരിയായ രീതിയിലുള്ള പ്രോപ്പർ കോഡ് ഓഫ് കണ്ടക്ട്
ഫ്രെയിം ചെയ്യാത്തത് കൊണ്ടാവാം, ഫോൾട്ടി ആയിട്ട് ഫ്രെയിം ചെയ്തത് കൊണ്ടാവാം. അപ്പൊ അതൊരു എംപ്ലോയീസിനിടയിൽ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും, വിച്ച് ക്രിയേറ്റ് എ കൺഫ്യൂഷൻ ഇൻ എംപ്ലോയി ടു ഫിഗർ ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസിപ്ലിൻഡ് ആൻഡ് അൺഡിസിപ്ലിൻഡ് ആക്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിയായ പ്രോപ്പർ കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്, ഒരു പെരുമാറ്റച്ചട്ടം രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ സുപ്പീരിയേഴ്സ് നമ്മുടെ ആ ഒരു എംപ്ലോയീസിന് അല്ലെങ്കിൽ വർക്കേഴ്സിനോട് പറഞ്ഞു കൊടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാവും ഇന്ന പ്രവർത്തനങ്ങൾ നല്ലതാണ്, ഇന്ന പ്രവർത്തനങ്ങൾ ആ ഒരു ഓർഗനൈസേഷനിൽ മോശമായ പെരുമാറ്റമായിട്ടാണ് അംഗീകരിച്ചിരിക്കുന്നത് എന്നുള്ളത്. അതേസമയം പ്രോപ്പർ ആയിട്ട് അത്തരം ഒരു കമ്മ്യൂണിക്കേഷനോ ശരിയായ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റോട് രൂപീകരിച്ചിട്ടില്ല, ഫ്രെയിം ചെയ്തിട്ടില്ല എങ്കിൽ അത് അവിടുത്തെ എംപ്ലോയീസിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നല്ലതാണ്, ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്താൽ അത് ഇൻഡിസിപ്ലിൻ ആയി മാറും എന്നതിനെ കുറിച്ച് ഒരു നോളജ് അവിടുത്തെ എംപ്ലോയീസിന് അല്ലെങ്കിൽ വർക്കേഴ്സിന് ഇല്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചിലപ്പോൾ നടന്നേക്കാം. ക്ലിയർ ആണോ? ആബ്സെൻസ് ഓഫ് പ്രോപ്പർ കോഡ് ഓഫ് കണ്ടക്ട്. ക്ലിയർ ആണോ? ഓക്കെ. നാലാമത്തത് ഇംപ്രോപ്പർ സിസ്റ്റം ഓഫ് ഗ്രീവിയൻസ് റിഡ്രസൽ. ശരിയായിട്ടുള്ളൊരു പരാതി പരിഹാര സംവിധാനം ഇല്ലായ്മ. ശരിയായൊരു പ്രോപ്പർ ആയിട്ടുള്ളൊരു സിസ്റ്റം ഓഫ് ഗ്രീവിയൻസ് റിഡ്രസൽ പ്രൊസീജിയർ അല്ലെങ്കിൽ പരാതി പരിഹാര സംവിധാനം ഈ ഒരു സ്ഥാപനത്തിൽ ഇല്ല എന്ന് വിചാരിക്കാം. The employee interjects in the act of misconduct so that management gets attracted towards their grievances when an appropriate grievance handling system is absent in the company. ഒരു ശരിയായിട്ടുള്ള ഒരു ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് സിസ്റ്റം ഒരു കമ്പനിയിൽ ഉണ്ടെങ്കിൽ അവർക്ക് നേരെ എന്തെങ്കിലും പരാതികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോയി പറയാം, അല്ലെ? അതിനുള്ള പരിഹാരവും കണ്ടെത്തി നൽകുന്നുണ്ട്. നമ്മൾ പഠിച്ചതല്ലേ ഗ്രീവിയൻസ് റിഡ്രസൽ എന്താന്നുള്ളതും വ്യക്തമായിട്ട് പഠിച്ചതാണ്, അല്ലെ? അത്തരത്തിലുള്ളൊരു കാര്യമില്ല. ഒരു നല്ല രീതിയിൽ ഗ്രീവിയൻസ് റിഡ്രസൽ പ്രൊസീജിയർ ആ ഒരു ഓർഗനൈസേഷൻ ഇല്ല എങ്കിൽ എംപ്ലോയീസ് എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള തെറ്റായ പെരുമാറ്റങ്ങളോ കാര്യങ്ങളോ അച്ചടക്കമില്ലായ്മയോ കാണിച്ച് അട്രാക്ട് ചെയ്യാൻ നോക്കും മാനേജ്മെന്റിനെ. അപ്പൊ അവര് പറയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? ആ മാനേജ്മെന്റ് ആ ഒരു ഗ്രീവിയൻസ് അവരുടെ പരാതി എന്താണെന്ന് അവര് നോക്കുകയും എന്തുകൊണ്ടാണ് ഇവർ ഈ ഒരു തെറ്റായ പ്രവർത്തനം കാണിക്കുന്നത് എന്ന രീതിയിൽ അതിലേക്ക് ഒരു ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയീസ് എന്ത് ചെയ്യാറുണ്ട്? മിസ്കണ്ടക്ട് അല്ലെങ്കിൽ അച്ചടക്ക ലംഘനങ്ങൾ അല്ലെങ്കിൽ അച്ചടക്കമില്ലായ്മ കാണിക്കാറുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? മാനേജ്മെന്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി, അവരുടെ പരാതികള് മാനേജ്മെന്റിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു നല്ല പരിഹാര സംവിധാനം അല്ലെങ്കിൽ ഒരു പരാതി പരിഹാര സംവിധാനം ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ അട്രാക്ട് ചെയ്ത് ഇവരുടെ പ്രശ്നങ്ങള് മാനേജ്മെന്റ് മനസ്സിലാക്കണം. അതിനനുസരിച്ച് ഒരു പരാതി പരിഹാരം കൊണ്ടുവരണമെങ്കിൽ അത്തരത്തിലുള്ള അച്ചടക്കമില്ലായ്മ അല്ലെങ്കിൽ തെറ്റായ പെരുമാറ്റങ്ങൾ കാഴ്ചവെച്ചാൽ മാത്രമേ ഇത് എന്തുകൊണ്ട് അവർ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളിൽ അന്വേഷണങ്ങളും കാര്യങ്ങളും മാനേജ്മെന്റ് നടത്തുള്ളൂ. അങ്ങനെ അവർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് വരും. അതിന്റെ ബേസിസിലോ എംപ്ലോയീസ് മിസ്കണ്ടക്ട് നടത്താറുണ്ട്. ക്ലിയർ ആണോ? 4 എണ്ണം നമ്മൾ പറഞ്ഞു. ഇംപ്രോപ്പർ സിസ്റ്റം ഓഫ് ഗ്രീവിയൻസ് റിഡ്രസൽ, അതുപോലെ തന്നെ ആബ്സെൻസ് ഓഫ് പ്രോപ്പർ കോഡ് ഓഫ് കണ്ടക്ട്, അൺഫെയർ ട്രീറ്റ്മെന്റ്, സ്റ്റിഫ് ആൻഡ് കൺവെൻഷണൽ പ്രാക്ടീസസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? അപ്പൊ ആ ഒരു 4 എണ്ണം വരെയും എടുത്ത ഭാഗങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ വായിച്ചിട്ട് വരാം കേട്ടോ. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് വരുമ്പോൾ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.